ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. കാച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്കും കാച്ചെണ്ണ ഉപയോഗിക്കാത്തവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് ഇത്. നല്ല മുടിക്ക് വേണ്ടി നന്നായി ഉറങ്ങണം. മുടിക്ക് വേണ്ട പോഷകങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. അമിതമായി സ്ട്രെസ് അനുഭവപ്പെടുന്നവർക്കും ഉറക്കക്കുറവുള്ളവർക്കും ഹോർമോൺ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുള്ളവർക്കും ഈ കാരണത്താലൊക്കെ മുടികൊഴിച്ചിലുണ്ടാകാം. അതിനുവേണ്ടി ഒരു ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ്. താരൻ, പേൻശല്യം, മറ്റു ഫംഗൽ രോഗങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റിയെടുക്കണം. ഇതിനുവേണ്ടി കുറച്ച് ആര്യവേപ്പിലയും തുളസിയും നന്നായി അരച്ചു കൊഴുമ്പ് രൂപത്തിലാക്കി തലയിൽ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. ചേർത്ത് വെച്ച ഉലുവ, ചെമ്പരത്തി ഇല, കറ്റാർ വാഴപ്പോള ഇവയിൽ ഏതെങ്കിലും മുടിയിൽ താളിയായി ഉപയോഗിക്കാം. ഇവയെല്ലാം ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വിപണിയിൽ കണ്ടുവരുന്ന റോസ്മേരി ലീഫ് എല്ലാ ആയുർവേദിക് മെഡിക്കൽ ഷോപ്പുകളിലും ലഭ്യമാണ്. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. 2 ദിവസം കൂടുമ്പോൾ ഇത് ഉപയോഗിക്കാം. ഇവ തലമുടി ഇഴകളിൽ സ്പ്രേ ചെയ്ത് 15 മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം മുടികൊഴിച്ചിൽ മാറാനും പൊട്ടിപ്പോയ മുടിയിഴകൾ ആരോഗ്യത്തോടെ കിളിർക്കാനും നല്ല സോഫ്റ്റ്നെസ്സിനും തിളക്കം കിട്ടാനും പ്രയോജനപ്പെടും. പനി, ജലദോഷം, തലനീരിറക്കം എന്നിവയില്ലാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. മൈൽഡായിട്ടുള്ള ഷാമ്പൂസുകൾ ഉപയോഗിക്കുക. ഇതിനു പുറമെ ധാരാളം ഇലത്തോരനുകൾ, നെല്ലിക്ക, ചെറിയ മത്സ്യങ്ങൾ, കോഴിമുട്ട, ഫിഷ് ഓയിൽ എന്നിവ കഴിക്കണം. ഓരോരുത്തർക്കും അവരുടെ തലയിൽ പിടിക്കുന്ന തരത്തിലുള്ള ഓയിലുകൾ ഉപയോഗിക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇത് തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമല്ലോ.